الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العظيم. ഏറ്റവും സമാദരണീയരായ ശൈഖുന വാക്കോട് ഉസ്താദ് അവർകളെ, ബഹുമാനപ്പെട്ട അമ്പലക്കടവ് ഉസ്താദ് അവർകളെ, സ്റ്റേജിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സാദാതീങ്ങൾ, ഉമറാക്കൾ, ശ്രേഷ്ഠമായ വേദിയിൽ സംഗമിച്ചിട്ടുള്ള പണ്ഡിതന്മാർ, യുവജന സുഹൃത്തുക്കൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, അതിലുപരി ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ സംഗമം രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന പുണ്യം ലഭിക്കുന്ന കർമ്മമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് 10 മണിക്ക് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്ന സമയം ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഈ ഹ്രസ്വമായ സമയത്തിൻ്റെ ഉള്ളിൽ ഇവിടെ നേരത്തെ സംസാരിച്ച സംസാരങ്ങൾക്ക് അടിവരയിടുക മാത്രമാണ് ഈ ഉള്ളവൻ ചെയ്യുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷിക മഹാസമ്മേളനം ആഘോഷിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ അവസാന ഒരുക്കങ്ങളിലാണ് നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅ മാറ്റിത്തിരുത്തലുകളും മാറ്റിമറിക്കലുകളും ഇല്ലാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം എന്നതാണ് സമസ്തയുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ പരമമായ ലക്ഷ്യം ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ആവശ്യമായ ശക്തമായ നിലപാടിലാണ് ഈ മഹിതമായ പ്രസ്ഥാനമുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ലാഭത്തിന് വേണ്ടി ഒരുപാട് സുഖങ്ങളും സൗകര്യങ്ങളും നമ്മുടെ മുമ്പിൽ സുലഭമാണ്. ഇതുകൊണ്ടൊന്നും നമ്മൾക്ക് ആഖിറം രക്ഷപ്പെടുത്താനോ ആഖിറത്തിൽ വിജയിക്കാനോ കഴിയില്ല. എൻ്റെ ഈമാനിൻ്റെ കാര്യത്തിൽ ഞാൻ മസ്ഊലാണ്. എൻ്റെ ഈമാനിൻ്റെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയണം. എൻ്റെ കീഴിൽ കഴിയുന്ന ആളുകളുടെ ഈമാനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയണം. ഈ നാട്ടുകാരുടെ, ഈ ജില്ലക്കാരുടെ, ഈ സംസ്ഥാനക്കാരുടെ ഈമാനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ നമ്മൾക്ക് കഴിഞ്ഞോളണം എന്നില്ല. ആ വലിയ ഉത്തരവാദിത്തമാണ് എന്നും ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് നാടൻ കോഴികളുണ്ടായിരുന്നു. ഇന്നതൊക്കെ നാട്ടിൽ നിന്ന് നീങ്ങിപ്പോയ കാഴ്ചകളിൽപ്പെട്ടതാണ്. നാടൻ കോഴി വളർത്തിയിരുന്ന ആളുകൾ അതിന് മുട്ടയിടുന്ന സമയം വരുന്ന ആ കാലത്ത് അതിടുന്ന മുട്ടകളൊക്കെ സംഭരിച്ചു വെച്ച് 15-20 മുട്ടകളൊക്കെ നാടൻ കോഴിക്ക് അടവെക്കും. അത് വിരിഞ്ഞ് കുട്ടികളായി പുറത്തിറങ്ങിയാൽ തൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ഈ തള്ളക്കോഴി, ഈ നാടൻ കോഴി എത്രത്തോളം ജാഗ്രതയിലാണ് എന്ന് അത് കണ്ടവർക്കറിയാം. അതിൻ്റെ ചിറക് വിടർത്തി, അതിൻ്റെ കഴുത്തിലെ തുങ്ങലുയർത്തി പ്രത്യേക ശബ്ദമുണ്ടാക്കി 24 മണിക്കൂറും തൻ്റെ കുട്ടികൾക്കൊന്നും സംഭവിക്കരുത് എന്ന നിലക്ക് ജാഗ്രതയിലാണ് ആ തള്ളക്കോഴി ഉണ്ടാവുക. അതിൻ്റെ മുമ്പിലൂടെ പോകാൻ നമുക്ക് പേടിയാണ്. പക്ഷേ നമ്മൾ കോഴിയാണ് നമ്മൾ നിസ്സാരത്തിൽ പറഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ മുന്നിലൂടെ പോയതേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒരു പരുന്തിൻ്റെയോ ഒരു കാക്കയുടെയോ ശബ്ദം കേട്ടാൽ
ഈ തള്ളക്കോഴി പ്രത്യേക ഒരു ശബ്ദം ഉണ്ടാക്കും, ഒരു സൈറൺ. ആ ശബ്ദം കേട്ടാൽ പല ഭാഗങ്ങളിലായി ചിക്കിപ്പൊറുക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഓടി വന്ന് ഈ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ട് ഒളിച്ചിരിക്കും. ആ കോഴിക്കുഞ്ഞുങ്ങളുടെ വിചാരം ഞങ്ങളുടെ തള്ളയുടെ ഉള്ളിൽ ഞങ്ങൾ ഇരുന്നാൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്നാണ്. ഞങ്ങൾ ഒരാൾക്കും തൊടാനോ ഞങ്ങൾ ഒരാൾക്കും പിടിക്കാനോ കഴിയില്ല എന്നാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ വിചാരം. ആ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനേക്കാളും ജാഗ്രതയോടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിം സമുദായത്തിന്റെ പരിശുദ്ധമായ പരിപാവനമായ വിശ്വാസത്തെ സംരക്ഷിക്കുന്നത് എന്ന് സമസ്തയുടെ 100 കൊല്ലത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമ്മൾക്ക് ബോധ്യപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഉണ്ട്. ഒരുപാട് ബിദ്അഈ പ്രസ്ഥാനക്കാർ, അടിസ്ഥാനപരമായ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയ ആളുകൾ, അവരെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട്, കണങ്കാലിൻ്റെ മേലെ ഫാൻ ഇട്ടിട്ടുണ്ട്, നിസ്കാര തഴമ്പുണ്ട്, നല്ല സുന്ദരമായ സംസാരാണ്, സമൃദ്ധമായ താടിയാണ്, നല്ല സുന്ദരമായ വേഷാണ്, ആബിദാണ്, ദിക്ർ ചൊല്ലുന്ന ആളാണ്, ഖുർആൻ ഓതുന്ന ആളാണ്. നമുക്കതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ പറയുന്നത് അതൊക്കെ രണ്ടാമതാണ്. ഈ പറഞ്ഞതൊക്കെ രണ്ടാമതാണ്. ഒന്നാമത് ഈമാനാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. ഒന്നാമത് ഈമാനാണ്, ഒന്നാമത് വിശ്വാസമാണ്. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആണായാലും പെണ്ണായാലും എന്ത് കർമ്മങ്ങൾ ചെയ്താലും അത് സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈമാനാണ്. ഏത് ഈമാൻ? പാരമ്പര്യമായ വിശ്വാസം. ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് ആരാണോ പരിശുദ്ധമായ ദീന് കൊണ്ടുവന്നത്, അവർ കൊണ്ടുവന്ന പരിശുദ്ധമായ ദീൻ ഇടക്കാലത്ത് വെച്ച് സംഘടനാ താല്പര്യത്തിന് വേണ്ടിയോ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയോ സൗകര്യത്തിന് വേണ്ടിയോ ആരെങ്കിലും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു മിങ്കിളായിട്ടുള്ളൊരു വിശ്വാസത്തിൽ ഒരാൾക്കും സ്വർഗപ്രവേശനം സാധ്യമല്ല. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് പാരമ്പര്യമായ വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ജിബ്രീൽ മുഖേന നബി തങ്ങളിലൂടെ സ്വഹാബികൾ വഴി നമ്മളിലേക്കെത്തി. ഇതിനാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഈ പാരമ്പര്യത്തിൽ ഏതെങ്കിലും ഒരു കണ്ണിയെ ഒരാൾ അവിശ്വസിക്കുക വഴി അയാളുടെ കയ്യിൽ പരിശുദ്ധമായ പാരമ്പര്യമായ വിശ്വാസം ഉണ്ട് എന്ന് പറയാൻ ഒരു നിലക്കും നിർവാഹമില്ല. ഈ പാരമ്പര്യത്തിൽ ഒന്നാമത് പടച്ചറബാണ്. പടച്ചറബിന്റെ ദീന സംരക്ഷിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. രണ്ടാമത്തത് മലക്കുകളിൽ പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് രണ്ടാമത്തെ കണ്ണി. ആ ജിബ്രീലിലേക്കാണ് ആവശ്യമാകുന്ന സമയത്ത് വഹി എത്തിച്ചു കൊടുത്തത്. ജിബ്രീൽ ആരാണ്? മലക്കുകളിൽ പ്രധാനിയാണ്. മലക്കുകളെ സംബന്ധിച്ച് എന്താ നമ്മുടെ വിശ്വാസം? മലക്കുകൾ ഒരിക്കൽ പോലും പാപം ചെയ്യാത്തവരാണ് മലക്കുകൾ. ആ മലക്കുകളിൽ പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ കണ്ണിയാണ്. മൂന്നാമത്തെ കണ്ണി ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളെ പറ്റി എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? അന്നഹും മഅസൂമൂന മിൻ കുല്ലി ദംബിൻ വ ഖതിയത്തിൻ ഖബ്ല അൻ-നുബുവത്തി വ ബഅദഹാ. നുബുവത്തിന്റെ മുമ്പോ നുബുവത്തിന്റെ ശേഷമോ ഒരു പാപവും ചെയ്യാത്ത പരിപൂർണ പാപ സുരക്ഷിതരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ കണ്ണികളിൽ ഒരാളെയും അവിശ്വസിക്കാൻ നിർവാഹമില്ല. അതിന് നാലാമത്തെ കണ്ണി സ്വഹാബത്താണ്. ഏതു സ്വഹാബത്ത്? ഇന്ന നാട്ടിലേക്ക് വന്ന സ്വഹാബത്തുന്നോ, ഇന്ന കാലക്കാരനായ സ്വഹാബത്തുന്നോ, ഇന്ന ദേശത്തേക്ക് പോയ സ്വഹാബത്തുന്നോ, അങ്ങനെ വേർതിരിവൊന്നുമില്ല. സ്വഹാബത്തിനെ പറ്റി നബി തങ്ങൾ പഠിപ്പിച്ചത് ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്നാണ്. സ്വഹാബത്തിൽ നിന്ന് ആരെ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിന്റെ മാർഗത്തിലാകും എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആ സ്വഹാബത്തിൽ നിന്ന്, ആ സ്വഹാബത്തിന്റെ കർമ്മങ്ങളെ, ആ സ്വഹാബത്ത് പഠിപ്പിച്ച ആചാരങ്ങളെ ആരെങ്കിലും നിഷേധിക്കുക വഴി ഒരിക്കലും അയാൾക്ക് ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ഇത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? നമുക്കൊക്കെ സുപരിചിതമായ ആയത്തുണ്ട്. പക്ഷെ ആയത്തിന്റെ ഉള്ളിലേക്ക് പലരും ഇറങ്ങി ചെല്ലാറില്ല. ഇന്നതാണ് ഹിദായത്ത് എന്ന് വ്യക്തമായതിന് ശേഷം എൻ്റെ ബാപ്പ വിശ്വസിച്ചത് ഇതിലാണ്, എൻ്റെ ഉസ്താദ് വിശ്വസിച്ചത് ഇതിലാണ്, എൻ്റെ വല്യാപ്പ വിശ്വസിച്ചത് ഇതിലാണ്, എൻ്റെ നാട്ടിലെ കാക്കക്കാരണവന്മാർ വിശ്വസിച്ചത് ഇതിലാണ്, പാരമ്പര്യമായി മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളൊക്കെ വിശ്വസിച്ചത് ഇതിലാണ്. അങ്ങനെ വിശ്വസിച്ചു പോരുന്നതിനിടയിൽ
എപ്പോഴോ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് ഒരാൾ കയറി. സൗകര്യം പോലെ ഞാൻ പറയാം. അങ്ങനെ കയറി ആ വിശ്വാസങ്ങൾ പാരമ്പര്യമായ വിശ്വാസത്തിനെതിരാണ്. അങ്ങനെ ആ വിശ്വാസത്തിലേക്ക് കയറിയാൽ അയാളെ പറ്റി എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. പാരമ്പര്യമായ മുഅ്മിനിന്റെ വഴിയിൽ നിന്ന് ആരെങ്കിലും മാറി ചിന്തിച്ചാൽ നുവല്ലിഹി മാ തവല്ല. എത്ര വ്യക്തമായി സരളമായിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. നുവല്ലിഹി മാ തവല്ല. അവനാ വിശ്വസിച്ച വിശ്വാസം, അവനാ ഏറ്റെടുത്ത വിശ്വാസധാരയിലൂടെ അവനങ്ങനെ പോകാം. അങ്ങനെ പോയി 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 നേരത്തെ പറഞ്ഞതുപോലെ അമലു സ്വാലിഹാത്തൊക്കെ ഉണ്ട്. അങ്ങനെ പോയി 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 അവസാനം എവിടെ എത്തും? വനുസുലിഹി ജഹന്നം. സ്വർഗപ്രവേശനം സാധ്യമല്ല. ആർക്കും തിരിയാവുന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ വലുപ്പവും ഡ്യൂട്ടിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത ആർക്കും പറഞ്ഞ് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. എന്തിനാണ് സമസ്ത രൂപീകരിച്ചതെന്നോ സമസ്തയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നൊന്നും ആർക്കും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധത്തിൽ ജനഹൃദയങ്ങളിൽ ആണ്ടിറങ്ങിയ പ്രസ്ഥാനമാണ് ഈ മഹിതമായ പ്രസ്ഥാനം. ഒരു 100 കൊല്ലങ്ങൾക്കപ്പുറത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു 100 കൊല്ലങ്ങൾക്കപ്പുറത്ത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. 1926 മുമ്പ് എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ? അടിസ്ഥാനപരമായ സൗകര്യങ്ങളില്ലാത്തൊരു കാലഘട്ടം. 100 കൊല്ലങ്ങൾക്കപ്പുറത്ത് അടിസ്ഥാനപരമായ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇടവഴികളും ഊടുവഴികളും നടവഴികളും അന്നത്തെ ഉണ്ടായിരുന്ന സംവിധാനം. ഇടവഴി എന്നൊക്കെ ചൊറുക്കിന് വേണ്ടി പറയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എടായി എന്നാ പറയാ, കുണ്ടനടായി. ഇവിടുന്നാണ്ട് ഇറങ്ങിയ അക്കരെ കടക്കുമെന്ന് വീടുന്നാട്ടാണ് പായലാണ്. അങ്ങനത്തെ കുണ്ടനടായി നാടുകളിൽ ഉണ്ടായിരുന്നത്. സാധാരണ റോഡുകളില്ല, അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവ്. കരണ്ട് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ഇല്ല, ഫോൺ സംവിധാനം ഇല്ല, സാമ്പത്തികമായി ഉയർച്ചയില്ല. അടിസ്ഥാനപരമായ 5 സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് 100 കൊല്ലങ്ങൾക്കപ്പുറത്ത് ആ കാലത്ത് ജീവിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ അവരൊക്കെ എത്ര ദീർഘവീക്ഷണമുള്ളവരാണ്, വരാൻ പോകുന്ന കാലത്തെപ്പറ്റി എത്രത്തോളം മുൻകൂട്ടി കണ്ടവരാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ഈ നാടും ഈ സൗകര്യമൊന്നും നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. 100 കൊല്ലങ്ങൾക്കപ്പുറത്ത് നേരത്തെ ബഹുമാനപ്പെട്ടവർ ഇവിടെ സൂചിപ്പിച്ചു, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അള്ളാഹു അവിടത്തോടു കൂടെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ. അവരെ പോലെയുള്ള ആത്മാർത്ഥതയുള്ള മുഖ്ലിസീങ്ങളായ ആരിഫീങ്ങളായ അവരുടെയൊക്കെ നേതൃത്വം കൊണ്ടാണ് ഈ ഇസ്സത്ത് നമ്മൾക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ചരിത്രത്തിൽ എവിടെയോ വായിച്ചിട്ടുണ്ട്, 1920 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പാങ്ങിലെന്നവർ ആനക്കര എന്ന് പറയുന്ന പ്രദേശത്ത് വയലിന് പോയി. എന്താ അന്നത്തെ വയലിൻ്റെ അവസ്ഥ? മൈക്ക് സംവിധാനങ്ങളില്ല. പഴയ കാലത്തെ പെട്രോൾ മാക്സോ അതുപോലെയുള്ള മറ്റു സംവിധാനങ്ങളെ കത്തിച്ചു വെച്ച് ആളുകളൊക്കെ കൂടിയിരുന്നു കൊണ്ട് തൊള്ളുകൊണ്ട് വയലു പറയുന്ന കാലഘട്ടം, മൈക്ക് സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടം. അന്ന് മഹാനവറുകൾ വയലു പറഞ്ഞു. അന്നത്തെ വയലു എന്നൊക്കെ പറഞ്ഞാൽ ശബ്ദകോലാഹലങ്ങളില്ല, ആർപ്പ് വിളികളില്ല. അന്നത്തെ വയലുകളൊക്കെ പറയുന്നവരുടെ വാക്കുകൾ പറയപ്പെടുന്നവരുടെ മനസ്സിലേക്ക് ആ രൂപത്തിൽ കടക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു അന്നുള്ളവരുടെ ഈമാൻ എന്ന് പറയുന്നത്. വയലു കഴിഞ്ഞതിന് ശേഷം പാങ്ങിലെന്നവർ പറഞ്ഞു, ദർസിൽ കൊണ്ടാക്കാൻ പറ്റിയ 10 കുട്ടികളെയും കൊണ്ട് വല്ല വാപ്പാരിൻ്റെ അടുത്തേക്ക് വരണം. പറഞ്ഞു തീർന്നപ്പോഴേക്ക് ആ സദസ്സിൽ നിന്ന് 10 കുട്ടിയുടെ കൈപിടിച്ച് അവിടെ രക്ഷിതാക്കൾ മഹാനായ പാങ്ങിലെന്നവരുടെ ഏൽപ്പിച്ചൊരു ചരിത്രമുണ്ട്. അതിൽ ഒന്നാമത് ഏൽപ്പിച്ച കുട്ടി സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ശൈഖുന ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ പിതാവായിരുന്നു. ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ കൈയും പിടിച്ചിട്ട് 10 വയസ്സുകാരനായ കുട്ടിന്റെ കൈയും പിടിച്ചിട്ട് പാങ്ങിലെന്നവരെ ഏൽപ്പിച്ച ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മഹിതമായ പ്രസ്ഥാനമുണ്ടാക്കിയത്. 1921 നിഷ്പക്ഷ സംഘം വന്നു. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. 1922 അത് രൂപം മാറി ഐക്യസംഘമായി മാറി. 1924 അത് വീണ്ടും രൂപം മാറി കേരള ജംഇയ്യത്തുൽ ഉലമയായി മാറി. അതിൻ്റെ 1, 2, 3 വാർഷിക സമ്മേളനങ്ങൾ ഇവിടെ നടന്നു. ആ സമ്മേളനം നടന്ന സമയത്ത് പാങ്ങിലെന്നവരുടെയും അഹമ്മദ് കോയ ശാലിയാത്തിയുടെയും ബഹുമാനപ്പെട്ട അച്ചിപ്ര കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹും അവരുടെ നേതൃത്വത്തിൽ ഈ പറയപ്പെട്ടവരെ നേതാക്കന്മാരെ പോയി കണ്ടു. അനൈക്യമില്ലാത്തോടത്ത് ഐക്യസംഘം ഉണ്ടാക്കിയ ആളുകളെ പോയി കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പരിപാടികൾ നിർത്തിവെക്കണം.
പാരമ്പര്യമായ വിശ്വാസത്തിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത്. പാരമ്പര്യമായ ആചാരങ്ങൾക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഇതുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ നാട്ടിലുണ്ടാകുന്നുണ്ട്, വീടുകളിൽ ഉണ്ടാകുന്നുണ്ട്, ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് നിങ്ങൾ നിർത്തിവെക്കണം. ഒരു നിർത്തിവെച്ചില്ല എന്ന് മാത്രമല്ല, ഈ പോയ പണ്ഡിതന്മാരെ മാനം കെടുത്തിയപ്പോഴാണ് അന്നവർ മഹാനായ വരക്കൽ തങ്ങളുടെ സന്നിധാനത്തേക്ക് വരുന്നതും മഹാനായ വരക്കൽ തങ്ങൾ പാങ്ങില് ഉൾപ്പെടെയുള്ള ഈ മഹാരഥന്മാരായ ആളുകളെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. വളർന്നു വരുന്ന തലമുറ പാങ്ങിൽ ഉസ്താദിനെ സംബന്ധിച്ച് പഠിക്കണം. ആലിമായിരുന്നു, ആബിദായിരുന്നു, കവിയായിരുന്നു, പ്രഭാഷകനായിരുന്നു, സംഘാടകനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളെ സംബന്ധിച്ച് ആദ്യമായി അറബിയിൽ മൗലിദ് രചിച്ചത് മഹാനായ പാങ്ങിൽ എന്നവരാണ്. മമ്പുറത്ത് സിയാറത്തിന് പോയവർക്കറിയാം, തിരൂരങ്ങാടിയെയും മമ്പുറത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ തോടിന്റെ മുകളിലൂടെ പാലമില്ലാത്ത കാലത്ത് ആദ്യമായി ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയൊരു നിവേദനം ഭരണാധികാരികൾക്ക് കൊടുക്കാനുണ്ടാക്കി. പാലം വേണമെന്ന് പറഞ്ഞ് നിവേദനം കൊടുത്തതിൽ ഒന്നാമത് ഒപ്പുവെച്ചത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. ആ മഹാനായ പണ്ഡിതനാണ് ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളത്. ഞാൻ പഴയകാല ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ ബിദ്ഈ പ്രസ്ഥാനക്കാർ പല പേരുകളിൽ രംഗപ്രവേശനം നടത്തി. വഹാബികൾ വന്നു, അതുപോലെ തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഖാദിയാനികൾ വന്നു, മൗദൂദികൾ വന്നു, തബ്ലീഗ് ജമാഅത്ത് വന്നു, കള്ള ത്വരീഖത്തുകൾ വന്നു. ആളുകൾക്കൊക്കെ ഇപ്പോൾ കുറുക്കു വഴി കൂടെ ബൈപ്പാസ് കൂടെ എങ്ങനെ സ്വർഗത്ത് കടക്കാൻ മാർഗം നോക്കി നടക്കാൻ. വിശ്വാസം എങ്ങനെയാന്ന് അതിനെപ്പറ്റി ആലോചന ഇല്ല. എങ്ങനെങ്കിലും സ്വർഗത്തേക്ക് കുറുക്കു വഴിയിലേക്ക് പോകണം, അതിനുള്ള മാർഗം തേടിക്കൊണ്ടിരിക്കുന്നു. കുറുക്കു വഴിയിലൂടെ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈമാൻ നന്നാവലാണ്. ആ ഈമാനിനെ തകരാറില്ലാതെ ആ ഈമാൻ മുൻഗാമികൾ എങ്ങനെ വിശ്വസിച്ചോ ആ രൂപത്തിൽ തന്നെ വിശ്വസിക്കാനും ആചരിക്കാനും നമ്മൾ തയ്യാറാകണം. മറ്റുള്ള ചർച്ചകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യാദൃശികമായി ഒരു ഉത്തരവാദപ്പെട്ട ഒരു മഹലിന്റെ ഒരാളുമായി യാദൃശികമായി സംസാരിക്കാനിട വന്നു. ഒരു സൗഹൃദ സംഭാഷണം. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച മുജാഹിദിന്റെ പള്ളിക്കാണ് ജുമാഅക്ക് പോയത് കാരണം ഒരു കറാമത്തൊക്കെ ആയിട്ടാണ് അയാളെ പറഞ്ഞത്. ഞാൻ മുജാഹിദിന്റെ പള്ളിയേക്കാണ് ജുമാഅക്ക് പോയത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ജുമാഅക്ക് പോയ ആ പള്ളി ഇന്ന ഏത് ആ പള്ളി നിൽക്കുന്ന ടൗണിന്റെ പേര് അയാൾ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ വ്യത്യസ്തമായ സുന്നി സംഘടനകളുടെ അറബിയിൽ ഖുതുബയോതുന്ന പള്ളി അവിടെ ഉണ്ട്. പക്ഷെ അയാൾ അതിലേക്ക് പോയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തേ അയക്കൊന്ന് പോകാഞ്ഞു? അപ്പം അയാൾ പറഞ്ഞ മറുപടി, ഖുതുബ പറഞ്ഞ പ്രസംഗമല്ലേ, പ്രസംഗം തിരിയണ്ടേ, ആ നിലക്ക് മലയാളത്തിൽ ഖുതുബോതുന്ന പള്ളിക്കൊക്കെ പോയതാണ്. ഈ നിലപാടുള്ള ഒരുപാട് ആളുകൾ. ആദർശത്തിൽ നമുക്ക് കോംപ്രമൈസ് പാടില്ല, വിശ്വാസത്തിൽ കോംപ്രമൈസ് പാടില്ല. എന്താ നിന്റെ ആദർശം, അതുതന്നെയാണ് നിന്റെ വിശ്വാസം. എന്താണ് നിന്റെ വിശ്വാസം, അതുതന്നെയാണ് നിന്റെ ആദർശം. അതിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ ഒരിക്കലും നിർവാഹമില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ അയാൾക്കത് ബോധ്യപ്പെട്ടു. കാരണം ഇത്തരം പ്രഭാഷണങ്ങളോ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചോ ഈ പറയപ്പെടുന്ന ആളുകളൊന്നും ബോധവാന്മാരല്ല എന്നത്, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മഹല്ലത്തുകൾ ഉണ്ടായിത്തീരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അവർ പരിശുദ്ധമായ ദീന് പഠിക്കണം, സുന്നത്ത് ജമാഅത്ത് പഠിക്കണം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയെ സംബന്ധിച്ച് അവർക്ക് ബോധമുണ്ടായിരിക്കണം. ഒരു മഹല്ലത്തിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുള്ളവർ ആ വിഷയത്തിൽ പടച്ചവന്റെ മുമ്പിൽ മസ്ഊലാണ് എന്നതിനെ സംബന്ധിച്ച് അവരാലോചിക്കണം. അങ്ങനെ കുറേ ധാരണയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്ന കോളേജുകളിലും മറ്റൊക്കെ പഠിക്കാൻ പോകുന്ന ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാർ വെള്ളിയാഴ്ച ആകുമ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് ജുമാഅക്ക് പോകണം. അപ്പോൾ ജുമാഅക്ക് പോകുമ്പം ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ലേ, പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയണ്ടേ, അപ്പോൾ തിരിനോടത്തേക്ക് പോകുക എന്നുള്ളൊരു തിരിച്ചിലാണ് ഇന്ന് പല ആളുകളും. നമ്മുടെ കൂട്ടത്തിലും ചില ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നത് അവർ മനസ്സിലാക്കിയവിടത്തുള്ള വലിയ പാകപ്പിഴവാണ്. വെള്ളിയാഴ്ച മിമ്പറിൽ വെച്ചുകൊണ്ട് ഖത്തീബ് നടത്തുന്ന പ്രസംഗം അത് സാധാരണ പ്രസംഗമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ ഖുതുബ എന്നതിന് പ്രസംഗം നടത്തില്ലേ, പ്രസംഗം നടത്തുന്നുണ്ട്. പക്ഷെ വെള്ളിയാഴ്ച മിമ്പറിൽ വെച്ച് നടക്കുന്ന ഖുതുബ അത് പ്രസംഗമല്ല. അത് പ്രസംഗമാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അടുത്ത ചോദ്യം, പ്രസംഗം തിരിയണ്ടേ എന്നൊരു ചോദ്യം വന്നത്.
അത് പ്രസംഗമല്ല എന്ന് ആദ്യം മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. ചരിത്രത്തിൽ ആദ്യമായി അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബയോദാമെന്ന് പറഞ്ഞത് 1924 തുർക്കി ഭരണാധികാരിയായിരുന്ന മുസ്തഫ കമാൽ പാഷയാണ്. അതിന് മുമ്പ് ഒരാളും ഇങ്ങനെ ആവാമെന്ന ഒരു വാദത്തിലേക്കോ നടപ്പിൽ വരുത്തുന്നതിലേക്കോ വന്നിട്ടില്ല എന്നത് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒറ്റ ഉദാഹരണമാണ് ഞാൻ പറയണത്, ബാക്കിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഖിയാസാക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും. പരിശുദ്ധ ഖുർആൻ സൂറത്തു ജുമുഅയുടെ 9-ാമത്തെ ആയത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന ഖുത്ബയെ സംബന്ധിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചാൽ, നിസ്കാരത്തിന് ജുമുഅക്ക് ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ പോകണം. വ്യാഴാഴ്ച ഇല്ലാത്തൊരു ദിക്ർ വെള്ളിയാഴ്ച, ബുധനാഴ്ച ഇല്ലാത്തൊരു ദിക്ർ വെള്ളിയാഴ്ച, ശനിയാഴ്ച ഇല്ലാത്തൊരു ദിക്ർ വെള്ളിയാഴ്ച, ബാക്കി 6 ദിവസവും ഇല്ലാത്തൊരു ദിക്ർ വെള്ളിയാഴ്ച. ആ ദിക്റിലേക്ക് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ആ ദിക്റിലേക്ക് നിങ്ങൾ പോകണം. ഏതാണ് ഈ പറയപ്പെട്ട 7 ദിവസങ്ങളിൽ 6 ദിവസം ഇല്ലാത്ത ദിക്ർ ഏതാണ്? അതവിടെ നടക്കുന്ന വെള്ളിയാഴ്ചയിലെ ഖുതുബയും ജുമുഅയും അടക്കമുള്ള കർമ്മമാണ് അന്നത്തെ ദിക്ർ. അതിനെ സംബന്ധിച്ച് ദിക്ർ എന്ന പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. അത് ഏത് ബിദ്അഈ സംഘടനയുടെ പേരിൽ മലയാളീകരിക്കപ്പെടുന്ന ഏത് ഖുതുബയാണെങ്കിലും ശരി, ആ ഖുതുബയോ ആ ഖുതുബയോടനുബന്ധിച്ച് നടക്കുന്ന ജുമുഅയോ പടച്ച റബ്ബിന്റെ സന്നിധാനത്ത് സ്വീകാര്യമല്ല. നമ്മൾ അതിനെന്ത് ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഖുതുബ പ്രസംഗമല്ല, അതിനെ സംബന്ധിച്ച് ദിക്ർ എന്ന പ്രയോഗമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരിയുടെ 3211 ഒരു ഹദീസ് കാണാം. എന്താ ഹദീസിലുള്ളത്? ഇദാ കാന യൗമുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസമായാൽ, വഖഫത്തിൽ മലായികത്തു അലാ അബ്വാബിൽ മസ്ജിദി, പള്ളിയുടെ ജുമുഅത്ത് പള്ളിയുടെ വാതിൽക്കൽ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഉത്തരവാദപ്പെട്ട മലക്കുകൾ വന്നു നിൽക്കും. എപ്പോഴാണ് നിൽക്കുക എന്നുള്ളതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഏതായാലും ജുമുഅത്ത് പള്ളിയുടെ വാതിൽക്കൽ മലക്കുകൾ വന്നു നിൽക്കും വെള്ളിയാഴ്ച ദിവസം. എന്തിനാ വന്നു നിൽക്കുന്നത്? പള്ളിയിൽ കയറണവനെ തിരക്കാനല്ല. എന്തിനായി മലക്കുകൾ വെള്ളിയാഴ്ച അവിടെ വന്നു നിൽക്കുന്നത്? ഫയക്തുബൂനൽ അവ്വല ഫൽ അവ്വല, ആദ്യം വരുന്നവരെ എഴുതി വെക്കും. അവരുടെ കയ്യിലുള്ള പ്രത്യേകമായ കിതാബിൽ, രേഖയിൽ അവർ രേഖപ്പെടുത്തി വെക്കും. ഒരാൾ പള്ളിക്കണി കയറിയാൽ മുച്ചിത്തോട്ടത്തിൽ വീരാൻകുട്ടി ഹാജി 1, അടുത്ത ആൾ വന്നാൽ കൗങ്ങുന്നോട്ടത്തിൽ അബൂബക്കർ ഹാജി 2, ഓരോരുത്തരെ പേരിങ്ങനെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ച് ഫൈദാ ഖറജൽ ഇമാമു വഖഅദ അലൽ മിംബരി, അങ്ങനെ ഇമാമു വന്നു മിമ്പറിൽ ഇരുന്നു കഴിഞ്ഞാൽ തൊറൗ സുഹ്ഫഹും, ആ മലക്കുകൾ കിതാബുകൾ പൂട്ടിവെക്കും. എന്താ ഓൽക്ക് പണി? ഓല് കിതാബ് പൂട്ടിവെച്ചു. ഞാൻ മലക്കുകൾക്ക് എന്താണ് പണി? എന്താണ് പണി എന്നത് നമ്മളെ പഠിപ്പിച്ചത് ഒരിക്കൽ പോലും കളവ് പറയാത്ത, നുബുവത്തിന്റെ നാവ് കൊണ്ട് മാത്രം സംസാരിച്ച, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ എന്ന് ഖുർആൻ പഠിപ്പിച്ച, 63 കൊല്ലക്കാലം സത്യം മാത്രം പറഞ്ഞ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ കിതാബ് പൂട്ടിവെച്ചാൽ പിന്നെ മലക്കുകളുടെ പണി വജലസൂ യസ്തമിഊന ദിക്റ, ആ മലക്കുകൾ ആ ജുമുഅക്ക് വന്ന ആളുകളുടെ സ്വഫുകൾക്കിടയിൽ ദിക്ർ കേൾക്കാൻ വേണ്ടിയിരിക്കും. അപ്പോൾ കേൾക്കുന്ന ഒരു ദിക്റുണ്ട്, കേൾക്കണ പ്രസംഗമല്ല, കേൾക്കുന്നൊരു ദിക്ർ. അപ്പം അതുകൊണ്ട് ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. നമ്മളെ അമലുകൾ നഷ്ടപ്പെടുത്തി വിശ്വാസത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്കെങ്ങനെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും? ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗവും കൂടെ നന്നാകണം. ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗവും കൂടെ നന്നാവണം. മാർഗം നന്നാവാതെ ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഞാനും സാന്ദർഭികമായിട്ടൊന്ന് 2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരാളെ വിമർശിക്കുന്നില്ല, ഒരാളെ നമ്മൾക്ക് കുറ്റം പറയാന്നുള്ളത് നമ്മുടെ ലക്ഷ്യവുമല്ല. എന്നാലും ബദർ യുദ്ധ ചരിത്രം പറയുമ്പോൾ അബൂജഹലിനെ പറയാതിരിക്കാൻ നിർവാഹില്ലല്ലോ. അബൂജഹലിനെ മാറ്റിയെടുത്ത് എന്ത് ബദർ ചരിത്രം? അങ്ങനെ ചരിത്രമില്ല. അവ സമസ്തയുടെ ചരിത്രം പറയുമ്പോൾ പലരെയും പരാമർശിക്കപ്പെടേണ്ടി വരും. നേരത്തെ ബഹുമാനപ്പെട്ട അമ്പലക്കട ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ബിദ്അഈ പ്രസ്ഥാനത്തിൽ വലിയ അപജയങ്ങൾ ഉണ്ടാവുകയും വലിയ ഫിത്ന ഉണ്ടാക്കുകയും ചെയ്ത ജനാബ് മുഹമ്മദ് അബ്ദുൽ വഹാബിനാൽ സ്ഥാപിതമായ
വഹാബി പ്രസ്ഥാനം വ്യത്യസ്ത പേരുകളിലായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്തെല്ലാം തിരിമറികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ പറയാനുണ്ട്. ഞാൻ അതിന് വിശദമായി ചർച്ചയിലേക്ക് കടക്കുന്നില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടികൊണ്ട് ബഹറുൽ അഹ്മറിൽ അടിക്കുകയും അത് കാരണത്താൽ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറിപ്പോയി തൻ്റെ കൂടെയുള്ള ഇസ്രായേല്യരെയുമായ ആളുകളെയും കൊണ്ട് അക്കരെ കടന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ച ചരിത്രമുണ്ട്. ഇന്ന് അവരുടെ മൗലവിമാർ പലരും പറയണത് നമ്മൾ അങ്ങനെ പറയാൻ പറ്റൂല. എങ്ങനെ പറയാൻ പറ്റൂല? വടികൊണ്ട് വള്ളത്തിലടിച്ചപ്പം വെള്ളം മാറി നോക്കാണ്ട് പറഞ്ഞാൽ അതൊന്നും ന്യൂ ജനറേഷന് വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മളതിന് പുതിയ വ്യാഖ്യാനം. എന്താ വ്യാഖ്യാനം? വേലിയിറക്ക സമയത്ത് മൂസാ നബി രക്ഷപ്പെട്ടു. നല്ല മട്ടുണ്ട്. വേലിയിറക്ക സമയം വെള്ളം എങ്ങനെ ഇറങ്ങിയപ്പം ആണ് മണ്ടി കഴിച്ചലായി പോയതാണ് എന്ന് വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം. ഫൗഹൈനാ ഇലാ മൂസ അൻ ളരിബ് ബിഅസ്വാകൽ ബഹർ ഫൻഫലഖ വകാന കുല്ലു ഫിർഖിൻ കതൗദിൽ അളീം. മൂക്ക് കീപ്പെട്ടുള്ള 2 മാസം ഉംറ വിസക്കെങ്കിലും പോയ അറബി തിരിയുന്ന ആളുകൾക്ക് കൃത്യമായി ഇത് ബോധ്യപ്പെടും. ആ മുഅ്ജിസത്തിന്റെ വടി കൊണ്ട് അടിക്കാൻ കൽപ്പിക്കുകയും അത് കാരണത്താൽ 2 ഭാഗത്തേക്ക് വെള്ളം മാറുകയും അതിലൂടെ രൂപാന്തരപ്പെട്ട വഴിയിലൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ തന്നെ വിശ്വസിക്കണം. കാലോചിതമായി മാറ്റി തിരുത്താൻ പറ്റൂല. മഹാനായ ഇബ്രാഹിം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തൻ്റെ പരിവാരങ്ങളും ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോന്നപ്പോൾ ഖാലത്ത് നംലത്തുൻ, ഉറുമ്പ് പറഞ്ഞു. എന്താ ഉറുമ്പ് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്തേ ഉറുമ്പ് പറഞ്ഞത്? സുലൈമാൻ നബിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുടെയും കാലിന്റെ ചവിട്ടിൽ പെടാതിരിക്കാൻ ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഉറുമ്പിന്റെ നേതാവ് നീച്ചുന്നിട്ട് പറഞ്ഞു, മാന്യ മഹാജനങ്ങളെ, ഉറുമ്പുകളെ, ഇതാ സുലൈമാൻ നബി കൂട്ടനും വരുന്നുണ്ട്. കാലിന്റെ ചോട്ടിൽ പെട്ടാൽ അരഞ്ഞ് മരിക്കാതിരിക്കാം, പെട്ടെന്ന് കൂട്ടിക്കേറിക്കോളി. ഒരു മുജാഹിദ് മൗലവി പറയാണ്, അങ്ങനൊന്നും ഇപ്പം അതിനർത്ഥം പറഞ്ഞാൽ ആളെ കിട്ടൂല. എങ്ങനെ പറഞ്ഞാൽ? ഉറുമ്പ് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഉൾക്കൊള്ളാൻ ആളെ കിട്ടൂല. അപ്പിനെന്താ പറയേണ്ടത്? ഖാലത്ത് നംലത്തുൻ, നംലത്ത് ഗോത്രക്കാരിയായ പെണ്ണ് വിളിച്ചു പറഞ്ഞു. ഇതാണ് ഓല തൗഹീദിന്റെ അവസ്ഥ. ഖാലത്ത് നംലത്ത് എന്ന് പറഞ്ഞാൽ നംലത്ത് ഗോത്രക്കാരിയായ പെണ്ണ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന് കാലോചിതമായി വ്യാഖ്യാനങ്ങൾ പറയാൻ നിന്നാൽ എത്ര വലിയ അപകടമായിരിക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരിശുദ്ധമായ ഈമാനിനെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംരക്ഷിക്കണമെന്ന ലക്ഷ്യത്തിലാണ് ഈ മഹിതമായ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്. നമ്മൾക്കറിയാം, ഇങ്ങനെ ഓരോരുത്തരെ പരിശോധിച്ചാലും അതിൽപ്പെട്ടതാണ് തബ്ലീഗ് ജമാഅത്ത്. ആരാ തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിച്ചത്? അപ്പൊ പിന്നെ ചിലവര് പറഞ്ഞ് തബ്ലീഗ് ജമാഅത്തിൽ കൂടിയോല് നന്നായില്ലേ? നന്നായിനോന്നല്ല, ആദ്യം തുണിയെടുക്കുക, പിന്നെ തലയെക്കെട്ട്. ആദ്യം തലയെക്കെട്ടിട്ട് പിന്നെ തുണിയെടുത്താൽ ആൾക്കാർ കളിയാക്കൂലേ? അപ്പൊ ആദ്യം വേണ്ടത് ഈമാന, വിശ്വാസം ക്ലിയർ ആക്കുക, പിന്നെയാണ് അമല്. വിശ്വാസം ക്ലിയർ ആക്കിയിട്ടാണ് അമല് റെഡിയാക്കേണ്ടത്. അതാണ് അതിന്റെ തെർത്തീബ്. അങ്ങനെയാണ്. ആരാണ് തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിച്ചത്? ജനാബ് മുഹമ്മദ് ഇല്യാസി സാഹിബ്. ഹിജറ 1300 ജനിക്കുകയും ഹിജറ 1363 മരണപ്പെടുകയും ചെയ്ത ജനാബ് മുഹമ്മദ് ഇല്യാസി സാഹിബ്. അദ്ദേഹത്തിന്റെ മാതാവ് ഉത്തർപ്രദേശിലെ കാന്തല എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ചവരാണ് ഉമ്മ ബി സഫിയ എന്ന് പറയുന്നവർ. അവരുടെ പിതാവ് ഡൽഹിയിലെ നിസാമുദ്ദീനിലെ പ്രമുഖനായിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ മകനായി ജനിച്ച മുഹമ്മദ് ഇല്യാസി സാഹിബാണ് തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഉണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന വാക്കോട് ഉസ്താദ് അവിടുത്തെ പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് ഒരു സമസ്തി അംഗീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം. സമസ്തി അംഗീകരിക്കുക. അത് പിന്നെ നമ്മൾ ചോദ്യം ചെയ്യാന്നുള്ളത് ഒരു യഥാർത്ഥമായ റൂട്ടല്ല. ഈ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് 1950കളിൽ കേരളത്തിലേക്ക് വന്ന തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് 1965കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വ്യക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട്.
അങ്ങനെ സമസ്ത തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസങ്ങളിൽ വലിയ അപാകതകളുണ്ട്. പഴയകാലത്ത് തബ്ലീഗ് ജമാഅത്തിന് ഉറുദുവിലാണ് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത്. പിൻകാലത്ത് കാലം പുരോഗമിച്ചു, മലയാളങ്ങളിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്നു. അവരുടെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബുകളിൽ ലഭ്യമായി. ക്ലാസ്സുകളൊക്കെ പലതും ലൈവായി വരാൻ തുടങ്ങി. അവിടെ ക്ലാസ്സുകളിൽ പ്രസംഗങ്ങളിലൊക്കെ വ്യാപകമായ അപാകതകൾ കണ്ടു തുടങ്ങി. പിന്നീട് മലയാളത്തിലേക്ക് മഅരിഫുൽ ഖുർആൻ എന്ന പേരിൽ ഒരു ഖുർആൻ പരിഭാഷ പുറത്തിറക്കി. എടത്തലയിലെ ജാമിയ കൗസർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ഒരു മഹൽ വ്യക്തി പരിശുദ്ധ ഖുർആനിന് മലയാളത്തിൽ വ്യാഖ്യാനം എഴുതി. മഅരിഫുൽ ഖുർആൻ, വാള്യങ്ങളുള്ള ഈ മഅരിഫുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ സാധാരണഗതിയിൽ വഹാബികൾ പോലും പറയാത്ത രൂപത്തിലുള്ള അതികഠിനമായ ബിദ്അ വിശ്വാസങ്ങളാണ് അതിൽ അവർ എഴുതി ചേർത്തിട്ടുള്ളത്. എന്നാൽ പഴയ കാലത്തുണ്ടായിരുന്ന അവരുടെ ഉറുദു പുസ്തകങ്ങളിലുള്ള വിശ്വാസങ്ങൾ ഇന്നും അതുപോലെ നിലനിൽക്കുകയാണ്. എത്രത്തോളം അമ്പിയാക്കന്മാർ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ജനങ്ങളിലുണ്ടാകുന്ന മ്ലേച്ഛതകൾ, ഖദൂറാത്തുകൾ അമ്പിയാക്കന്മാരിലേക്കും പകരും എന്നാണ് പഴയകാല തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസം. പഴയകാല വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നർത്ഥം. നമ്മളെ വിശ്വാസം എന്താണ്? അമ്പിയാക്കന്മാർ മഅസൂമുകളാണ്, അവർ പാപ സുരക്ഷിതരാണ്. നുബുവത്തിന്റെ മുമ്പും നുബുവത്തിന്റെ ശേഷവും ഒരു പാപം സംഭവിക്കാത്തവരാണ് അമ്പിയാക്കന്മാർ. അമ്പിയാക്കന്മാരിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ് ആ വിശ്വാസം. ആ വിശ്വാസം ഒരാൾക്കുണ്ടായിക്കൊണ്ടിരിക്കെ അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്ത് സ്വീകാര്യതയാണ് ഉണ്ടാകുന്നത്? ഇന്നും ലഭ്യമായ മുഹമ്മദ് ഇല്യാസിനാൽ രചിക്കപ്പെട്ട അവിടെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് മൽഫൂസാത്ത്. ആ മൽഫൂസാത്തിന്റെ 93-ാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. तो उनके मुबारक और मुनव्वर कुलूब पर भी उन अवामुन्नास की खदूरतों का असर पड़ता है. സാധാരണക്കാരായ അവാമുന്നാസിനോടുകൂടെ അമ്പിയാക്കന്മാർ കൂടിക്കലർന്നു പ്രവർത്തിച്ചാൽ ആ അമ്പിയാക്കന്മാരിലും ഈ പറയപ്പെട്ട അവാമുന്നാസിന്റെ തെറ്റുകൾ ഉണ്ടായി തീരുന്നതാണ്. സാധാരണക്കാരിൽ എന്തൊക്കെ തെറ്റുണ്ടാകുക? കളവ് പറയും, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അമാന്തം കാണിക്കും, മോഷണം നടത്തും. ഇങ്ങനെ സാധാരണക്കാരായ ആളുകൾക്കുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ അവരുമായിട്ട് ഇടപഴകുന്ന അമ്പിയാക്കന്മാർക്കുണ്ടാകുമെന്ന ഏറ്റവും വലിയ ബിദ്അ വിശ്വാസം തബ്ലീഗ് ജമാഅത്തിന്റെ ഇന്നും നിലവിൽ കിട്ടുന്ന മൽഫൂസാത്ത് എന്ന് പറയുന്ന അവിടെ ഉറുദു ഗ്രന്ഥത്തിന്റെ 93-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതിൽ ആകാമെന്ന് പ്രവർത്തിക്കുന്നവർ ഒരുപക്ഷെ ഇതൊന്നും അറിയുന്നവരായിരിക്കണമെന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലക്ഷ്യം നന്നായാൽ പോലെ മാർഗവും കൂടെ നന്നാകണം. ഒരിക്കലും പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്ക് തിരുവനൊരു കോലത്ത് ഞാനൊരു ഉദാഹരണം പറയാം. സ്ഥിരമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ജമാഅത്ത് കഴിഞ്ഞു സലാം വീട്ടി ദിക്റും ഇമാമിന്റെ ദുആയൊക്കെ കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോയാൽ ഈ ചെറുപ്പക്കാർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ ദുആർക്കും. അത്രേ ഒറ്റയ്ക്ക് ഇങ്ങനെ ദുആർക്കും. ആ ദുആ ആഴ്ചകളോളം നീണ്ടു നിന്നു, മാസങ്ങളോളം നീണ്ടു നിന്നു. ഒരു 4-5 മാസം ഇപ്പോൾ ഒറ്റക്കിനെ ദ്വാരക്കണ കണ്ടപ്പോൾ ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് വരാനുള്ള ഒരു കാരണവര് ചോദിച്ചു, പൊന്നുമനെ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒറ്റക്ക് ദ്വാരക്കണുണ്ടല്ലോ, ഇതെന്താ ഈ ദ്വാരക്കണം ഇത്രയും കാലം? ഈ ദ്വാ അങ്ങനെ നീണ്ടിക്കണേൻ്റെ അടുത്ത് എനിക്ക് ആ ദ്വാക്ക് ഇജാബത്ത് കിട്ടിയിട്ടില്ല എന്നാണ്. ആ ദ്വാക്ക് ഇജാബത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദ്വാ നിൽക്കും. എൻ്റെ ദ്വാ ഇപ്പോൾ 5-6 മാസമായിട്ട് ദ്വാ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താ ഈ ദ്വാരക്കണ്? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു സ്വാലിഹായ കുട്ടീനെ കിട്ടാൻ ദ്വാരക്കാണ്. അപ്പൊ നിസ്കാരശേഷമുള്ള ദുആക്ക് വലിയ ഇജാബത്തുണ്ട്. 5-6 മാസം ദുആർന്നിട്ട് എനിക്ക് സ്വാലിഹായ കുട്ടിനെ കിട്ടിയില്ലേന്ന് വെച്ചു. ഇല്ലായിരുന്നു. അവ പെണ്ണിട്ടിട്ട് എത്ര കാലമായി ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചില്ലായിരുന്നു. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കുമ്പോൾ പെണ്ണിനെ കെട്ടിയിട്ടില്ല. പെണ്ണ് കെട്ടാത്ത ഇവൻ ഒരു കുട്ടിനെ വേണമെന്ന് ദുആർന്നാൽ അള്ളാഹു കൊടുക്കാൻ പറ്റുമില്ല എന്നുള്ളത് വേറെ ചർച്ചയാണ്. പക്ഷെ ഇവന്റെ പ്രാർത്ഥനയും പ്രവർത്തനവും യോജിച്ചില്ല. എന്താ പ്രാർത്ഥന? കുട്ടിനെ കിട്ടണേ. എന്താ പ്രവർത്തനം? കല്യാണം കഴിച്ചിട്ടില്ല. അവനെന്ത് ചെയ്യണം? യഥാർത്ഥമായ ഇസ്ലാമിന്റെ വിധിപ്രകാരം നല്ലൊരു നിക്കാഹ് നടത്തണം, സ്വാലിഹത്തായ പെണ്ണിനെ കല്യാണം കഴിക്കണം, ആ പെണ്ണുമായി ബന്ധപ്പെടണം, എന്നിട്ട് പടച്ചോനോട് ദ്വാരക്കണം. അപ്പൊ പടച്ചോൻ ദ്വാ സ്വീകരിക്കും. കാരണം പ്രാർത്ഥനയും പ്രവർത്തനവും യോജിച്ചു എന്നതാണ്. ഇങ്ങനെ വളഞ്ഞ വിശ്വാസം കൊണ്ട് നടക്കുക, എന്നിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. എന്ത്? നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ എന്ന് ദ്വാരുന്നാൽ
ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ കഴിയില്ല. മാത്രമല്ല മഹാന്മാരുടെ പേരിൽ അറുക്കുന്നത് നിഷിദ്ധമാണെന്നും ശവമാണെന്നും ഇന്നും ലഭ്യമായ മലയാള പുസ്തകത്തിൽ അവരുടെ ഖുർആനിന്റെ മആരിഫുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും മാർക്കറ്റിൽ ലഭ്യമാണ് മആരിഫുൽ ഖുർആൻ. ആ മആരിഫുൽ ഖുർആൻ എന്ന ഖുർആൻ വ്യാഖ്യാനത്തിന്റെ 4-ാമത്തെ വോള്യം 142-ാമത്തെ പേജിൽ എഴുതിയത് കാണാൻ കഴിയും. എന്ത്? മക്ക മുശ്രിക്കുകൾ തങ്ങളുടെ വിഗ്രഹത്തിന്റെ നാമത്തിൽ അറുക്കാറുണ്ടായിരുന്നു. വിവരമില്ലാത്ത ചിലർ ശൈഖന്മാരുടെ പേരിലും അറുക്കാറുണ്ട്. ഇത് നിഷിദ്ധവും വ്യക്തമായ ശിർക്കുമാകുന്നു. തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസമാണിത്. മഹാരഥന്മാരായ ആളുടെ പേരിൽ അറുക്കുന്നത് അത് മക്ക മുശ്രിക്കീങ്ങൾ വിഗ്രഹത്തിന്റെ മേലിൽ അറുത്തതുപോലെയാണ്. അത് വ്യക്തമായ ശിർക്കാണ്, അത് നിഷിദ്ധമാണ്. എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ ബാക്കി കൂടെ നമ്മൾ പറയണം. അങ്ങനെ മഹാന്മാരുടെ പേരിൽ അറുക്കപ്പെടുന്ന ആ കർമ്മം ചെയ്യുന്നത് ആരവിടെ ചെയ്യുന്നത്? സുന്നികളാണ്. ആ ശിർക്ക് ചെയ്യുന്ന ആ സുന്നികളോ മുശ്രിക്കീങ്ങളാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം. മാത്രമല്ല ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നബിദിനം നടത്തുന്നത് അതിലേറെ വലിയ പാതകമാണ് എന്ന് അവർ ഈ ഖുർആൻ പരിഭാഷയിൽ മആരിഫുൽ ഖുർആൻ എന്ന ഖുർആൻ പരിഭാഷയിൽ അവർ എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. എന്താണ് അവർ എഴുതിയത്? യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തെ ക്രൈസ്തവർ അവരുടെ പെരുന്നാൾ ദിനമായി കൊണ്ടാടി അതിനെ മാതൃകയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നബിദിനം എന്ന പേരിൽ ഒരു ആഘോഷമാക്കി അന്നേ ദിവസം തെരുവുകളിൽ പ്രകടനം നടത്തിയും തെറ്റായ വഴക്കങ്ങൾ സൃഷ്ടിച്ചും അലങ്കാര ബൾബുകൾ ചാർത്തിയും അതൊരു ഇബാദത്തായി കാണാൻ തുടങ്ങി. ഇത് ശിർക്കും കുഫ്റുമാകുന്നു എന്ന് വ്യക്തമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വഹാബികളുടെ വിശ്വാസത്തെക്കാളും അപകടകരമായ വിശ്വാസം. മാത്രമല്ല സിയാറത്തുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസം എന്താണ്? അതിനെ സംബന്ധിച്ച് ഇന്നും മാർക്കറ്റിൽ ലഭ്യമായ അവരുടെ വലിയൊരു പുസ്തകമുണ്ട്. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? ആ പുസ്തകം ഇന്ന് ചൂടപ്പം പോലെ അവർ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകം. ആ പുസ്തകത്തെ ദേവ്ബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ദേവ്ബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ. ആ പുസ്തകത്തിന്റെ 144-ാമത്തെ പേജിൽ അവർ എഴുതി വെച്ചത് ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് വായിക്കുകയാണ്. എന്താ അവർ എഴുതി വെച്ചത്? അജ്മീർ സാലാർ മസ്ഊദിന്റെ കബറിടം പോലുള്ള ഒരു ഉദാഹരണം. കബറിടം പോലുള്ള സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ ആവശ്യം തേടി പോകുന്നവർ, കേട്ടോളി, കൊലപാതകം, വ്യഭിചാരം പോലുള്ള വൻ പാപങ്ങളേക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ലാത്തയെയോ ഉസ്സയെയോ ആരാധിക്കുന്നവനോടും സ്വയം നിർമ്മിത വസ്തുക്കളെ പൂജിക്കുന്നവരോടും മാത്രമേ ഇവരെ ഉപമിക്കാൻ കഴിയുകയുള്ളൂ. അജ്മീർ ഷെയ്ഖിന്റെ സന്നിധാനത്തേക്ക് അങ്ങനെയുള്ള മറ്റുള്ള ഷെയ്ഖന്മാരരികിലേക്ക് സിയാറത്തിന് പോകുന്നത് ലാത്ത ഹുസ്സ പോലെയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നതിനു തുല്യമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയത് തബ്ലീഗ് ജമാഅത്തിന്റെ ഇന്നും നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന പുസ്തകത്തിലാണ്. എത്ര ഗൗരവമാണിതൊക്കെ, എത്ര ഗൗരവമാണിതൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് 1950-കളിൽ ഈ പ്രസ്ഥാനം കേരളത്തിലേക്ക് വന്നപ്പോൾ 1950-കളിൽ കേരളത്തിലേക്ക് വന്ന സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് ഒരു കത്ത്. ആരാ കത്ത് എഴുതിയത്? ആ കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാരിൽ അഗ്രേസ്യരായ ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവർകൾ സമസ്തയിലേക്ക് ഒരു കത്തെഴുതി. എന്താണ് കത്തിലുള്ളത്? മുഹമ്മദ് ഇല്യാസിനാൽ സ്ഥാപിതമായ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി അവരുടെ കിതാബുകൾ പരിശോധിച്ച് ആവശ്യമാകുന്ന എല്ലാ വിധത്തിലുള്ള പഠനം നടത്തി വ്യക്തമായൊരു തീരുമാനം മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനമെടുക്കണം. ഈ കത്ത് സമസ്തയുടെ മുശാവറയിലേക്ക് ലഭിക്കുന്നു. എന്നിട്ടോ 29/8/1965 കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗം തബ്ലീഗ് ജമാഅത്തിനെ ആലോചിച്ച് അടുത്ത യോഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ താഴെ പറയുന്ന കമ്മിറ്റി അധികാരപ്പെടുത്തി. സമസ്തന്റെ ഒരു സൂക്ഷ്മത നോക്കി നിങ്ങൾ. അത് തബ്ലീഗ് ജമാഅത്തിനെ പറ്റിയെന്നല്ല, ആരൊക്കെ സംബന്ധിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം എടുത്തിട്ടുണ്ടോ ആ തീരുമാനങ്ങളൊക്കെ
കാലത്തിനനുസൃതമായി അത് സത്യമായിരുന്നു എന്ന്, അത് മാത്രമാണ് സത്യമെന്ന് പിൻകാലത്ത് തെളിയിച്ചിട്ടുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഞാനാണ് പ്രവാചകനെന്ന് വാദിച്ചു വന്നു, ഖത്ബുൻ നുബുവത്തിനെ നിഷേധിച്ചു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ വലിയ അത്ഭുതമാണ്. അദ്ദേഹം നല്ല ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു, നന്നായി അറബി പറയാൻ കഴിഞ്ഞിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യൻ പണ്ഡിതന്മാരോട് ഖണ്ഡനം നടത്താൻ, മുഖാമുഖം നടത്താനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. അന്ന് ആളുകളൊക്കെ കുറഞ്ഞിരുന്ന കാലത്ത് ഈ ചെറുപ്പക്കാരൻ രംഗത്ത് വന്നപ്പോൾ അന്നത്തെ മുസ്ലിമീങ്ങൾക്കൊക്കെ വലിയ ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾ പിന്നാലെ കൂടിയവരൊക്കെ അയാളെ അങ്ങോട്ട് മൂച്ചിമ കയറ്റി. അങ്ങനെ പറഞ്ഞു, നിങ്ങൾ വലിയാണ് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, ഞാൻ വലിയ തന്നെയാണ് പറഞ്ഞു. അങ്ങനെ വലിയായി കുറെ നടന്നു. പിന്നെ പറഞ്ഞു, നിങ്ങൾ വലിയൊന്നുമല്ല, അതിൻ്റെ മേലെ മുജദ്ദിദാണ് പറഞ്ഞു. അപ്പം അങ്ങനെ അയാൾ പറഞ്ഞു, ഞാൻ മുജദ്ദിദാണ് എന്ന് അയാൾ വിശ്വസിച്ചു. അങ്ങനെ കുറെ കാലം മുജദ്ദിദ എന്നുള്ള വാദത്തിൽ നടന്നു. പിന്നീട് പറഞ്ഞു, നിങ്ങൾ മുജദ്ദിദൊന്നുമല്ല, അതിൻ്റെ മേലാകേണ്ട ആളാണ്, നിങ്ങൾ അവസാനത്തെ പ്രവാചകനാകേണ്ട ആളാണ്. ഖത്മുൻ നുബുവത്തിനെ നിഷേധിച്ച് പ്രവാചകത്വവാദവുമായി മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി രംഗപ്രവേശനം നടത്തി. ഈ ഖാദിയാനികളുടെ ഈ പറയപ്പെട്ട അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നടന്നു. ഇക്കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പത്തെ വർഷം കോഴിക്കോട് ടൗണിലൂടെ ശോഭയാത്ര നടന്നു. ആ ശോഭയാത്രക്ക് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയിൽ സ്വീകരണം കൊടുത്തു. സ്വീകരണം കൊടുത്തതിനെയല്ല ഞാൻ പറയുന്നത്. അതിന്റെ ശേഷം ആ പള്ളിയിലെ ഇമാം പത്രക്കാരോട് നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ശ്രീമാൻ ശ്രീകൃഷ്ണനെ ഞങ്ങൾ പ്രവാചകനായി അംഗീകരിക്കുന്നു എന്നാണ് ആ പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം എത്ര സത്യമാണ്. ആ കാലഘട്ടത്തിൽ ഈ മഹിതമായ പ്രസ്ഥാനം പറഞ്ഞു, ഈ പറയപ്പെട്ട അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഖാദിയാനികൾ കാഫിറുകളാണ്. ആ തീരുമാനം ഇന്നും നിലനിൽക്കുന്നു. ആ തീരുമാനം ലോകം അംഗീകരിച്ചില്ലേ? ലോക മുസ്ലിം സംഘടനയായ റാബിത്ത പോലും ആ തീരുമാനം അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഈ വർത്തമാന കാലഘട്ടങ്ങളിലും അതിന് മുമ്പും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടനകൾക്കോ വ്യവസ്ഥകൾക്കോ വ്യക്തികൾക്കോ നിലപാടുകൾക്കോ വിശ്വാസങ്ങൾക്കോ എതിരെ എന്തെങ്കിലും തീരുമാനമൊട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയായിരുന്നു എന്ന് അപ്പ തോന്നാത്തവർക്ക് പിന്നീട് ബോധ്യപ്പെടുന്നു എന്നത് വർത്തമാന ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിൽ 965 കിട്ടിയ കത്ത്, അത് വിശദമായി തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റിയെ തീരുമാനിച്ചു. ഞാനിതിങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ സമസ്തയുടെ നിലപാട് നമ്മൾ മനസ്സിലാക്കണം. സമസ്ത എന്തു പറഞ്ഞു അതിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം. അങ്ങനെ സബ് കമ്മിറ്റി, ഏതാണ് സബ് കമ്മിറ്റി? സാധാരണക്കാരല്ല. 1 ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ്, 2 ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾ, 3 ആയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, 4 വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, 5 കൊല്ലോളി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, നവ്വറല്ലാഹു മറാഖിദഹും, അവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗത്തിലാക്കി കൊടുക്കട്ടെ. അവരോട് കൂടെ അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ പറയപ്പെട്ട 5 ആളുകളെ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി സബ് കമ്മിറ്റി രൂപീകരിച്ചു. അവരെന്ത് ചെയ്തു? കൃത്യമായി ഇവരെ സംബന്ധിച്ച് പഠിച്ചു. അവിടെ ഗ്രന്ഥങ്ങൾ വരുത്തി, അതിനെ സംബന്ധിച്ച് പഠിച്ചു. അവിടെ പ്രസംഗങ്ങൾ, അവിടെ നേതാക്കന്മാർ, അവിടെ പ്രഭാഷകന്മാർ, കിട്ടാവുന്ന രേഖകളും ബന്ധപ്പെടാൻ പറ്റുന്നവരൊക്കെ ബന്ധപ്പെട്ടു. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് വിശദമായി പഠിച്ചു. ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുമ്പിൽ സമർപ്പിച്ചു. എന്നിട്ട് സമസ്ത തീരുമാനമെടുത്തോ? തീരുമാനമെടുത്തില്ല. ആ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് 16/10/1965 ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗം താഴെ പറയുന്ന തീരുമാനമെടുത്തു. കേട്ടോളി, എന്താണ് തീരുമാനം? കഴിഞ്ഞ യോഗത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പരിശോധിക്കാൻ നിയമിച്ച സബ് കമ്മിറ്റി ഈ യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിലുൾക്കൊള്ളുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഗാഢമായി അവരുടെ ഗ്രന്ഥങ്ങൾ വഴി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ തത്വങ്ങൾ മുബ്തദിഉകളുടെ തത്വങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാൽ തബ്ലീഗ് ജമാഅത്ത് മുബ്തദിഉകളുടെ ജമാഅത്താണെന്ന് ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു. സമസ്തന്റെ തീരുമാനം. എന്നാ ഈ തീരുമാനമാണ് പിറ്റേന്ന് തന്നെ പബ്ലിഷ് ചെയ്തോ? പബ്ലിഷ് ചെയ്തില്ല. ഇങ്ങനെ തീരുമാനമെടുത്തു.
ആ തീരുമാനത്തിന് ശേഷം അത് പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞു, ഇത് പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് അന്നത്തെ കേരളത്തിൽ അമീറായ കാഞ്ഞാർ മൂസ മൗലാനയുമായി ബന്ധപ്പെട്ട് അവരെ വിവരമൊന്ന് അറിയിക്കണം. എത്ര ദീർഘവീക്ഷണമാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കുള്ളത്. മഹാനായ ബാഫഖി തങ്ങൾ ഈ സമുദായത്തിന്റെ മിടിപ്പറിഞ്ഞ മഹാനാണ്. ഈ സമുദായത്തെ രക്ഷപ്പെടുത്തിയവരാണ്. സമസ്തയെ മാറോട് ചേർത്ത് നിർത്തിയവരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് അഡ്രസ് ഉണ്ടാക്കിയവരാണ് മഹാനായ ബാഫഖി തങ്ങൾ. 1951 വടകരയിൽ വെച്ച് നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ മഹാനവറുകളുടെ പ്രത്യേകമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടത്. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലെ ആ ഖബർസ്ഥാനിൽ മഹാനായ തങ്ങളോർ കിടക്കുമ്പോഴും രാപ്പകലില്ലാതെ അവിടുത്തെ ഖബറിലേക്ക് അണമുറിയാത്ത നന്മയുടെ പ്രവാഹമായി, നന്മയുടെ തണുപ്പായി ഓരോരോ മദ്രസകളിൽ നിന്ന് ഓതുന്ന ഫാത്തിഹയുടെയും സ്വലാത്തിന്റെയും മിസ്ല സവാബ് തങ്ങളെ ഖബറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാഫഖി തങ്ങളൊന്നും സാധാരണക്കാരനൊന്നുമല്ല, വിശദീകരിക്കാൻ സമയമില്ല. 1973 എൻ്റെ ഓർമ്മ, അവസാനത്തെ ഹജ്ജിന് മഹാനായ തങ്ങളവറുകൾ പുറപ്പെടാൻ ഒരുങ്ങുന്നു. തങ്ങളവറുകൾ 24 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. 973 തങ്ങൾ അവസാനത്തെ ഹജ്ജിന് പുറപ്പെടാൻ ഒരുങ്ങുന്നു. ആ വിവരം തൻ്റെ കുടുംബ ഡോക്ടറായ ഹൈന്ദവനായ ഡോക്ടറെ തങ്ങൾ അറിയിക്കുന്നു. ഡോക്ടർ പറഞ്ഞു, പൊന്നു തങ്ങളെ, ഈ ആരോഗ്യസ്ഥിതിയിൽ നിങ്ങൾ ഹജ്ജിന് പോകാൻ പാടില്ല. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തിരക്കാണ്. അവിടെ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് തിരക്കായിരിക്കും. അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പോകരുത്. തങ്ങൾ പറഞ്ഞു, പോകാനുള്ള ഒരുക്കൊക്കെ ഒരുങ്ങി പോകാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ഡോക്ടർ ഒരു മരുന്ന് കുറിച്ചു കൊടുക്കുന്നു. ഈ മരുന്ന് നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കണം, ശ്രദ്ധിക്കണം. ആ മരുന്ന് കുറിച്ചു കൊടുത്ത കുറിപ്പുമായി മഹാനായ ബാഫഖി തങ്ങൾ തൻ്റെ കൊയിലാണ്ടിയിലെ വസതിയിലേക്ക് വരുന്നു. ബഹുമാനപ്പെട്ട തൻ്റെ മകൻ ഹംസ ബാഫഖി തങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ആ മരുന്നിൻ്റെ കുറിപ്പടി മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലെഴുതിയ മരുന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. 1973 കഥയാണ് ഞാൻ പറയുന്നത്. 10, 52, 53 കൊല്ലങ്ങൾ കഴിഞ്ഞു. മഹാനായ ഹംസ ബാഫഖി തങ്ങൾ മരുന്നിൻ്റെ ഷീട്ടുമായി കോഴിക്കോട് വന്നു. 973 കോഴിക്കോടാണ് മനസ്സിൽ ഇമേജ് ചെയ്യേണ്ടത്. അന്ന് വളരെ വിരലിലെണ്ണാവുന്ന മരുന്ന് ഷാപ്പുകൾ മാത്രം. എല്ലായിടത്തും കയറി ഇറങ്ങി കുറഞ്ഞ ദിവസത്തേക്കുള്ള മരുന്ന് കിട്ടി. ആ മരുന്നുമായി പിതാവിൻ്റെ അരികിൽ ചെന്നു. നോക്കുമ്പോൾ 19 ദിവസത്തേക്കുള്ള മരുന്ന്. ഈ മരുന്നുമായി പിതാവിൻ്റെ അരികിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉപ്പാനോട് 19 ദിവസത്തേക്കുള്ള മരുന്ന് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ള മരുന്ന് നിങ്ങൾ ബോംബെയിൽ ഇറങ്ങി കയറുന്നതിന് മുമ്പ് ആളുകളെ കൊണ്ട് ബാക്കി മരുന്നുകൾ വാങ്ങിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട മരുന്നാണ്. ഡോക്ടർ അത്രയും കർശനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പം ബാഫഖി തങ്ങൾ മകൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അത്രേ ബാപ്പാക്ക് ഈ 19 ദിവസത്തെ മരുന്ന് മതിയാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാപ്പാക്ക് ഈ 19 ദിവസത്തെ മരുന്ന് മതിയാകും. ആ മഹാനായ തങ്ങളവറുകൾ നേരത്തെ ബഹുമാനപ്പെട്ട അമ്പലക്കട ഉസ്താദ് അതിവിടെ പറഞ്ഞു, മഹാനവറുകൾ ഹജ്ജിന് വേണ്ടി മക്കത്ത് വന്നു. ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞു. അറഫയും മിനയും മുസ്ദലിഫയും ഒക്കെ കഴിഞ്ഞു. ഹജ്ജിന്റെ തവാഫും ഹജ്ജിന്റെ സഅയൊക്കെ കഴിഞ്ഞു. മഹാനായ തങ്ങളവറുകൾക്ക് രോഗം ബാധിച്ചു. കൃത്യം 19ാമത്തെ ദിവസം 1973 ജനുവരി 19 തീയതി ആ മഹാനായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ മഹിതമായ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ മഹാനായ മനുഷ്യൻ. തങ്ങളവറുകൾ പറഞ്ഞു, ഇത് പബ്ലിഷ് ചെയ്യാനായിട്ടില്ല. അത് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, മേൽ തീരുമാനം പരസ്യപ്പെടുത്തുന്നതിന് മുമ്പായി അതിൻ്റെ വക്താക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ ന്യായം കൂടി പഠന വിധേയമാക്കണമെന്ന ബാഫഖി തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് കേരള അമീർ കാഞ്ഞാർ മൂസ മൗലവിയെ രജിസ്റ്റർ കത്ത് മുഖേന വിവരമറിയിച്ചു. ഇങ്ങനെയൊക്കെ സമസ്തക്ക് തീരുമാനം എടുക്കാൻ പോവുകയാണ്. മുസാവർ തീരുമാനം എടുത്തിട്ടുണ്ട്, ജനങ്ങൾ അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ പുസ്തകങ്ങളും നിലപാടുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പം മുബത്തദിയുടെ ജമാഅത്താണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കാലം കുറെ കഴിഞ്ഞു. ആ ബിദഈ വിശ്വാസങ്ങൾക്ക് കട്ടി കൂടാന്നല്ലാതെ കട്ടി കുറഞ്ഞിട്ടില്ല. അതൊന്ന് വിശദമായി പറയാൻ ഈ ചുരുങ്ങിയ സമയം പോരാ. അന്നത്തേക്കാളും കട്ടി കൂടുതലാണ് ഇന്നത്തെ വിശ്വാസം. അങ്ങനെ കാഞ്ഞാർ മൂസ മൗലാനക്ക് രജിസ്റ്റർ കത്തയച്ചു. ആ കത്ത് കിട്ടിയ അദ്ദേഹം കൊടുത്ത മറുപടി, വടക്കേ ഇന്ത്യയിലെ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടതാണെന്ന ഒഴിഞ്ഞുമാറ്റത്തിന്റെ മറുപടിയാണ് ലഭിച്ചത്.
ഇതിനെ സംബന്ധിച്ച് വടക്കേ ഇന്ത്യയിലെ പണ്ഡിതന്മാരോട് ചോദിക്കണം, എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്ന മറുപടിയാണ് കാഞ്ഞാർ മൂസ മൗലാന ഈ കത്തിന് മറുപടി കൊടുത്തത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ 1965 നവംബർ 7 തീയതി വീണ്ടും മുഷാവറ യോഗം ചേർന്നു. നമ്മൾ ഉസ്താദ്മാരെ ആ സൂക്ഷ്മത ഒന്ന് ആലോചിച്ചു നോക്കണം. നിങ്ങൾ എത്ര ഗൗരവത്തിലാണ് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യത്തെ എടുത്തിട്ടുള്ളത്. 1965 നവംബർ 7 വീണ്ടും യോഗം ചേർന്ന് തീരുമാനം പരസ്യപ്പെടുത്താൻ തീരുമാനിക്കുകയും അങ്ങനെ നവംബർ 10 ചന്ദ്രികാ ദിനപത്രത്തിൽ ഈ വിഷയം പരസ്യപ്പെടുത്തുകയും ചെയ്തു. തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുന ശംസുൽ ഉലമ EK ഉസ്താദ് എഴുതിയ ലേഖന പരമ്പര 4 ലക്കങ്ങളിലായി അന്നത്തെ മുഖപത്രമായ സുന്നി ടൈംസിൽ പ്രസിദ്ധീകരിക്കുകയുമുണ്ടായി. അത്രയും സൂക്ഷ്മതയോടെ ദീർഘവീക്ഷണമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിശ്വാസത്തിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള താല്പര്യത്തിന് വേണ്ടി മാറി ചിന്തിക്കാൻ നിർവാഹമില്ല. അപ്പൊ പിന്നെ പറയാനുള്ള കള്ളുടിയന്മാർ നന്നായില്ലേ, ആയിക്കോട്ടെ, നന്നാകേണ്ടതിന് കുഴപ്പമില്ല. വിശ്വാസമാണ് ആദ്യം നന്നാകേണ്ടത്. വിശ്വാസമാണ് നന്നാകേണ്ടത്. പിന്നെയാണ് കർമ്മത്തിന്റെ കാര്യം. എത്ര വ്യക്തമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ. എന്താണ് ആ ഫാത്തിഹയിൽ നമ്മൾ അല്ലാഹുവോട് പറയണത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. എന്തതിനർത്ഥം? നേരായ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണമേ. എന്താ അതിന്റെ മറ്റൊരർത്ഥം? നേരല്ലാത്ത കുറെ മാർഗം ഇവിടെ ഉണ്ട് എന്നല്ലേ? നേരല്ലാത്ത പിഴച്ചു പോയ കുറെ മാർഗങ്ങളും വഴികളും ഉണ്ടായത് കൊണ്ടാണ് നേരായ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ എന്ന് പറയണത്. കുട്ടീൻ്റെ അടുത്ത് ബൈക്കിന്റെ ചാവിയും കൊടുത്ത് ഉമ്മ പറഞ്ഞേക്കുമ്പോൾ പറയാണ് പേക്കാതെ പൊയ്ക്കൊണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ പേക്കണ വഴി ഉണ്ടായത് കൊണ്ടാണ്. ഒരു പേക്കണ വഴിയില്ലെങ്കിൽ നേരാണ് പോകണമെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. നേരായ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ എന്ന് പറഞ്ഞാൽ നേരല്ലാത്ത ധാരാളം മാർഗങ്ങളുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ധാരാളം മാർഗങ്ങളുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ പ്രസംഗിക്കുന്ന സമയത്ത് ഓതിയ ആയത്തിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അതിലൊന്നും പോകാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മഹിതമായ പ്രസ്ഥാനം രൂപീകരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? നമ്മൾ കേരളം സ്വർഗമാണ്. ഇത് സ്വർഗമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കണം. അപ്പോഴേ കേരളം സ്വർഗാന്ന് നമുക്ക് ബോധ്യപ്പെടുള്ളൂ. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ സംസ്ഥാനമാണ് UP. എത്രയാണ് UPയിലെ മുസ്ലിം ജനസംഖ്യ? 3.5 കോടിയാണ് UPയിലെ മുസ്ലിം ജനസംഖ്യ. 3.5 കോടി മുസ്ലിമീങ്ങൾ. യോഗി ആദിത്യനാഥിന്റെ സർക്കാരിന്റെ കീഴിൽ ഭരണം നടത്തുന്ന UPയിലെ മുസ്ലിം സമുദായത്തിന്റെ വർത്തമാന സാഹചര്യം എന്താണ്? വിശദീകരിക്കുന്നില്ല. പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അഖീഖ അറുക്കാൻ പറ്റുമോ? ഇല്ല. ഉളഹിയ്യത്ത് അറുക്കാൻ പറ്റുമോ? ഇല്ല. ഇന്നും പള്ളികളുടെ തങ്കത്താഴിക കുടങ്ങൾ JCB ഉപയോഗിച്ച് തകർക്കപ്പെടുമ്പോൾ ആ രംഗം കണ്ട് മറുഭാഗത്ത് മാറി നിന്ന് നെഞ്ചകം പൊട്ടിക്കരയാനല്ലാതെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. എത്ര മുസ്ലിങ്ങൾ? 3.5 കോടി മുസ്ലിമീങ്ങൾ UPയില്. എന്നാൽ കേരളത്തിലേക്ക് വരിക, എത്ര കേരളത്തിലെ മുസ്ലിമീങ്ങൾ പോട്ടെ, കേരളത്തിലെ ആകെ ജനസംഖ്യ 3.5 കോടിയാണ്. കേരളത്തിൽ ആകെ ജനസംഖ്യയുടെ വെറും 27% കേരളത്തിലെ മുസ്ലിമീങ്ങൾ. വെറും 27%. ആ 27% മാത്രമുള്ള മുസ്ലിമീങ്ങൾക്ക് ഈ ഇസ്സത്ത് കിട്ടിയത് എന്തുകൊണ്ട്? ഒറ്റ മറുപടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇടപെടൽ മാത്രം. കേസ് നടത്തേണ്ടിടത്ത് കേസ് നടത്താൻ, സമരം നടത്തേണ്ടിടത്ത് സമരം നടത്താൻ, നിയമപരമായി ഇടപെടേണ്ടിടത്ത് ആ നിലയ്ക്ക് ഇടപെടാൻ ഈ മഹിതമായ പ്രസ്ഥാനം നമുക്ക് മുമ്പിലുണ്ടായതുകൊണ്ട് പിന്നിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വെറും 27% മാത്രം മുസ്ലിങ്ങളുള്ള കേരളത്തിന്റെ മണ്ണിൽ സമസ്തക്ക് മാത്രം 11,000 ചില്ലാന മദ്രസകൾ, മറ്റുള്ളവർക്കുള്ളത് വേറെ, അറബിക് കോളേജുകൾ, യത്തീംഖാനകൾ, സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇങ്ങനെ തുടങ്ങി എണ്ണമറ്റ അസൂയാവഹമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ഇസ്സത്തിനൊക്കെ കാരണം 100 കൊല്ലങ്ങൾക്കപ്പുറത്ത് ദീർഘവീക്ഷണമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ മഹിതമായ പ്രസ്ഥാനം രൂപീകരിച്ചതുകൊണ്ടാണ്. ഇത് തളർന്നു പോകാൻ പാടില്ല, ഇത് തകർന്നു പോകാൻ പാടില്ല. ഇതിൻ്റെ കൂടെ നിന്ന് ഇതിന് വേണ്ട ഊർജം നൽകി, ഇതിന് വേണ്ട ഒത്താശകൾ നൽകി നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കണം.
അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എക്കാലത്തുണ്ടായിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ രമ്യമായി പരിഹരിച്ച് ഈ സംവിധാനം തകർക്കപ്പെടാതെ നിലനിൽക്കണം. ഇത് തകർന്നാൽ ആർക്കാ നഷ്ടം? എനിക്കാ നഷ്ടം? അല്ല, നമുക്കാണ് നഷ്ടം. നമ്മുടെ കൈ പിടിച്ചുയർത്താൻ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ രണ്ടാമതൊരാൾ വരാനുണ്ടാകില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവുണ്ടാകണം നമുക്ക്. അല്ലാതെ പോയാൽ, ഇതൊക്കെ തകർന്നു പോയാൽ ഒരാൾ കൈപിടിക്കാണ്ടാകൂല. നമ്മുടെയൊക്കെ നേതാവായിരുന്ന മഹാനായ പാണക്കാട് സയ്യിദ് ആറ്റപ്പൂതങ്ങൾ 10 കൊല്ലങ്ങൾക്കപ്പുറത്ത് ആലപ്പുഴയിൽ വെച്ച് നടന്ന ആ സമ്മേളനം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ മുശാവറ യോഗം ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ മുശാവറ യോഗത്തിൽ തീരുമാനിച്ചു 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം നടക്കണമെന്ന്. അത് തങ്ങൾ തന്നെ പ്രഖ്യാപിക്കട്ടെ. ലക്ഷോപലക്ഷം ജനങ്ങളെ സാക്ഷി നിർത്തി മഹാനായ ആറ്റപ്പൂതങ്ങൾ അന്ന് പ്രഖ്യാപിച്ചു 2026 സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം നടക്കണമെന്ന്. ആ സമ്മേളനം ഒരു വിളിപ്പാടകല എത്തി നിൽക്കുമ്പം ആ മഹാനായ തങ്ങളോർ നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്നൊരു ദുഃഖം നമുക്കുണ്ടെങ്കിലും ആ വലിയ മനുഷ്യ മഹാസാഗരത്തിൽ ഒരു ബിന്ദുവായിട്ട് ചേരാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. ഒരു 100 കൊല്ലം പൂർത്തിയാകുന്ന ഒരു സംഘടന ഇനി വരാൻ പോകുന്ന അടുത്തൊരു 100 കൊല്ലത്തേക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ പദ്ധതികളുമായിട്ടാണ് ഈ 100ാം വാർഷിക സമ്മേളനം ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ഇസ്സത്തിലാണ്. ഈ ഇസ്സത്ത് ഇവിടെ നിലനിർത്തണം. ഈ ഇസ്സത്തിന് ഒരു കോട്ടം സംഭവിക്കാൻ പാടില്ല. സമസ്തയുടെ മുഴുവൻ സംവിധാനങ്ങളും കൃത്യമായിട്ട് ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, സമസ്തയുടെ സമ്മേളനത്തോടനുബന്ധിച്ച ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ, ദാഇയായിട്ടും അതുപോലെ ജനറലായിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾ കൃത്യമായി ക്യാമ്പിൽ പങ്കെടുക്കണം. സമസ്തയുടെ ചരിത്രത്തിൽ നിന്നല്ല, ഏഷ്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ക്യാമ്പ് നടക്കൂല. ലോക ചരിത്രത്തിൽ നിന്നൊക്കെ പറയാനാണ് പൂതി, അതൊരു അഹങ്കാരാകുന്നു കരുതി ഞാൻ അങ്ങനെ പറയുന്നില്ല. ഏഷ്യയിലെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ക്യാമ്പ് നടന്നിട്ടില്ല. 33,313 ആളുകൾ ക്യാമ്പിൽ ഇരിക്കുന്നു. ഒന്നിച്ചുള്ള ജമാഅത്ത്, ഒന്നിച്ചുള്ള ഖുർആനോത്ത്, ഒന്നിച്ചുള്ള ദുആ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആത്മീയമായി കടക്കുന്ന എത്ര വലിയൊരു മജ്ലിസായിരിക്കും അത്. ആ വ്യവസ്ഥാപിതമായ ക്യാമ്പിന്റെ ശേഷം 8-ാം തീയതി ഉച്ചക്ക് 2 മണിയോടുകൂടെ ക്യാമ്പ് അവസാനിച്ചാൽ ഏകദേശം 40 ലക്ഷം ആളുകളെയാണ് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ സമസ്ത പ്രതീക്ഷിക്കുന്നത്. എന്തായിരിക്കും ആ സമ്മേളനത്തിന്റെ ആ ഒരു പ്രൗഢി എത്രയായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. 6 തട്ടുകളിലായി 1200 ആളുകളെ ഉൾക്കൊള്ളുന്ന സ്റ്റേജാണ് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ സ്റ്റേജ് നടക്കുന്നത്. ആ വലിയൊരു സംഗമം കാണാൻ, അതിലൊരു ബിന്ദുവായിട്ട് ചേരാൻ, അതിൻ്റെ പിന്നിൽ നിന്ന് ഊന്നുവടികളായി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ കഴിയണം. സർവശക്തനായ അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെ പാരമ്പര്യമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് 1% പോലും പിന്നോട്ട് മാറാതെ, അന്ന് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തിരികൊളുത്തിയ ഈ പ്രസ്ഥാനം ഇന്ന് സയ്യിദുൽ ഉലമ മഹാനായ തങ്ങൾ ഉസ്താദിന്റെ കരങ്ങളിൽ സുഭദ്രമാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് വർത്തമാന കാലഘട്ടങ്ങളിലെ ഓരോരോ സാഹചര്യങ്ങളെയും നമ്മൾ തരണം ചെയ്യുന്നത്. തങ്ങൾ ഉസ്താദിന്റെ കീഴിൽ, ആലിക്കുട്ടി ഉസ്താദിന്റെ കീഴിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരണം വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ട് മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ ഏത് രൂപത്തിലാണോ പ്രവർത്തിച്ചതെങ്കിൽ അതുപോലെ ഒത്തൊരുമയോട് കൂടെ പ്രവർത്തിക്കുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. അവസാനമായി വാമ്പുഴ മഹല്ല് ഖത്തീബും മുദരിസുമായ അബ്ദുള്ള ഫൈലി 2 വാക്കിൽ ആശംസ അറിയിക്കുന്നു. ഉസ്താദിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസ്.